ഗൈസ് ഒരുപാട് സ്പെഷ്യൽ ഡേയ്സ് ആണ് അതെ, ഒരു ഗ്യാപ്പ് പോലും തരാതെ ഒന്നിനു പേരൊക്കെ ഒന്നായിട്ട് സ്പെഷ്യൽ ഡേയ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോ 12 മണി കഴിഞ്ഞാൽ നാളെ 5ന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെ, 5 കൂടെ വന്നിട്ടാണ് ഇന്ന് കേക്കും അവർക്ക് വേണ്ട ഹാറ്റും പാർട്ടി പോപ്പർ ഇതൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാ പോക്കെന്നറിയോ? ഓരോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടാണ് ഈ പോക്ക്. അതെ, ഇപ്പൊ സമയം എന്ന് വെച്ചാൽ 10:40 സംതിങ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 5ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് നിശ്ചയത്തിന്റെ തിരക്കായതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ, ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിയത്. പക്ഷെ കറക്റ്റ് സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇന്നിപ്പോ നമ്മൾ ഇവിടുന്ന് 5 പേര് ഡ്രസ്സ് എടുക്കുന്നു. 12 മണിയാകുമ്പോൾ അവൾ തന്നെ മേടിച്ച കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഗൈസ് ഈ വർഷം നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. എല്ലാവരും കൂടെ കഠിനമായ പരിശ്രമത്തിലാണ് ഗൈസ് ആ ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ഇതൊക്കെ അതല്ല അന്ന് ഇത് നോക്ക്, നോക്കൂ ഗൈസ്, നല്ല രസമില്ലേ? ഇതും ഞാനൊരു സാധനം സെലക്ട് ചെയ്തു. ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആര് സെലക്ട് ചെയ്തു? ക്ലാരിറ്റി വരുന്നു. ആര് സെലക്ട് ചെയ്തു? ഇവിടെ എടുത്ത് തന്നു, പക്ഷെ സെലക്ട് ചെയ്താ ഞാൻ സെലക്ട് ചെയ്തു, നീ കൊണ്ടു കൊടുത്തു. കത്തലാടെ പോരുണ്ടാവും കേട്ടോ. ഇല്ല, ഇത് ഭയങ്കര ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് വാ, ഇത് എനിക്ക് കറക്റ്റ്. പിന്നെ വേറൊരു സജഷനും കൂടെ ഉണ്ട്. ഈ ഇത് എടുക്കുകയാണെങ്കിൽ മറ്റേ കോട്ടും കൂടി എടുക്കണം. അതാവുമ്പോ ഇതിന്റെ മുകളിൽ ഇടുക. നല്ല രസമല്ലേ? നല്ല രസമല്ലേ? 5 ഒരു വെറൈറ്റി. ഇതൊരു ട്രൈ ചെയ്യാത്തൊരു സാധനം. വേറൊരു സാധനം ഇനി ഇതിന്റെ മോള് പറ്റ ഒരു ഡ്രസ് ഫിക്സ്. ഇതെന്ത് ഭയങ്കര പെട്ടെന്ന് എല്ലാം നടക്കണം. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബർത്ത്ഡേ ഡ്രസ്സ് കിട്ടി. ഇപ്പൊ എന്തൊക്കെയാ? 2 ബർത്ത്ഡേ ഡ്രസ് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാറില്ല. അതെ, ഏതാനും നിമിഷങ്ങൾക്കകം 5ക്ക് 40 വയസ്സ് തികയുന്നു. കേക്ക് എല്ലാം കൂടെ എടുത്ത് പുറത്ത് വെക്കല്ലേ? കഴിഞ്ഞ വീട്ടിൽ ഓർമ്മയുണ്ടോ? കേക്ക് പിടിച്ച് മോട്ട് കൊത്തിയത് ഓർമ്മയുണ്ടോ? ഇപ്രാവശ്യം എന്റെ കേക്ക് സെറ്റ് ചെയ്തു. എന്റെ കേക്ക് വെറൈറ്റി 5 കേക്ക് 5 സെറ്റ് ചെയ്തു. അയ്യോ, അവിടെ കേക്കിന് മെഴുകുതിരി പൊട്ടിച്ച് സമയപ്പാവും. 1 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടാം. ഇപ്പൊ മ്യൂസിക് മിനിറ്റ് കൂടെ 1 മിനിറ്റ് കൂടെ. നല്ല ഫ്രൂട്ട് കേക്ക് ഉണ്ട് ഇവിടെ. കുത്തിക്കോളൂ, എല്ലായിടത്തും കുത്തു. ക്യാമറ എടുത്തോ, ഫോട്ടോ എടുത്ത് റെഡി ആയിക്കോ. ചന്നപ്പിന്നെ വേണോ? ചന്നപ്പിന്നെ വേണം. ഇത് കേക്ക് ഇവിടെ ഒരു ഫില്ല് ചെയ്യാൻ 12 മണിയായി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്നോടായി പോയി, സോറിടാ. ഹാപ്പി ബർത്ത്ഡേ കൂടെ അറിയില്ല. അഞ്ജുവിന് ഫ്രൂട്ട് കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അമലയുടെ രാവിലെ തുടങ്ങിയതാണ് കയറ് പൊട്ടിക്കാൻ. ഫ്രൂട്ട് കേക്ക് അല്ല, ഞാനും ഊതാ. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കേക്ക് ഊതാം. ഓക്കെ. എപ്പോഴും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ലേറ്റ് ആയിട്ടാണ് ഇടല്. ഇത്തവണ നമുക്ക് രാവിലെ തന്നെ ഇടണം. നമുക്ക് ആ തൊപ്പി കൂടെ മാറ്റിട്ട് ഒരു ഫോട്ടോ കൂടെ എടുത്താലോ? അത് മാച്ച് ആവാത്ത ഇവളെന്നെ സെലക്ട് ചെയ്തിട്ടാ. നമ്മള് സെലക്ട് ചെയ്യുമ്പോ കറക്റ്റ് ചെയ്ത് വരല്. അഞ്ചു, ഞാൻ ഈ മെഴുകുതിരിന്റെ ഇടയിൽ കൂടെ തന്നെ ഒരു ഷോട്ട് എടുക്കട്ടെ. ആ, ഇത് അത് 2 സൈഡിലോട്ട് തിരിക്കാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് തിരിക്കാനാ പറഞ്ഞേ. എപ്പൊ തിരിക്കല്ല, പൊട്ടി പോ. അല്ല,
അവിടെ നമ്മുടെ ആ ചെടി അമ്മ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വേറെ എവിടേക്കെങ്കിലും മാറിയിടണം. നല്ല രസമുണ്ട്. ചെടിയുടെ ഇടയിൽ പോയി നല്ല പാർക്കിലെക്കണോ ഗൈസ്? ഫോട്ടോ എടുക്കാൻ വേണ്ടി കേക്ക് കൊണ്ട് പാർക്കിലോട്ട് വന്ന അഞ്ചു. അടുത്തേക്ക് അല്ലെങ്കിൽ ഒരേ വിളിക്ക്, രണ്ടാൾ അപ്പുറം ഒരേ വിളിക്ക്. ഹായ്, നല്ല ഭംഗിയുണ്ട്. അടിപൊളി ഫോട്ടോ. സെറ്റ്. മാറ്റി പോസ് മാറ്റി. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Anji. Happy birthday to you. ആ കേക്ക് കൊണ്ട് പോയി. എപ്പോ ഉള്ളതാ അത്? അയ്യോ ഹാപ്പി ബർത്ത്ഡേ അഞ്ജു. വെഴുകുതിരി വെളിച്ചം പോയില്ലേ? ഓ എന്നാ ഫുള്ള് കാണല്ലേ. അഞ്ചി പ്രായമായിരിക്കാണ്. കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ബീച്ച് കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു. അതെ, ബീച്ചിന്റെ ആ ഒരു വൈബിൽ അങ്ങോട്ട് ഇരിക്കുക കുറച്ച് നേരം വിചാരിച്ചു. അതെ, കുറച്ച് തട്ടുകട സാധനങ്ങളൊക്കെ കഴിച്ചിരിക്കുക അല്ലെ. ഇങ്ങോട്ട് വന്നാൽ മെയിൻ ആയിട്ട് സല്ലുവിന് ഒരു സാധനം തിന്നാൻ വേണ്ടി. കൂന്തൽ നിറച്ചത് മനസ്സിലാവും. ശരി, അഞ്ചിന്റെ ബർത്ത്ഡേ അല്ലേ. ഒരുപാട് കാക്കന്റെ ആഗ്രഹം ചുരുക്കാൻ സാധിപ്പിച്ചു. കാടമുട്ട ഇവിടെ കുന്നോടെ കൂന്തൽ നിറച്ചത് വരുത്തിച്ചു. ഇഷ്ടപ്പെട്ടോ? എന്താ എക്സ്പ്രഷൻ അർത്ഥമെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനെ അടിപൊളിയാണ് ഗൈസ്. ചായ ആയിട്ട് അവിടെ പോയിരിക്കാം. ഗൈസ്, കപ്പിൾസ് ഇവിടെ ഇരുന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ഗൈസ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കുടിച്ച് ആഘോഷിക്കുന്ന ഒരു രസമുണ്ട്. അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായി അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കുറെ ഓരോ പ്ലാൻസ്. അതെ, പ്ലാൻസുകളിൽ പോകുമ്പോ ഒരു രസം. കുടിച്ചോളൂ, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല, ഞങ്ങൾ അപ്പുറത്തുണ്ടാവട്ടോ. ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഓക്കെ. നല്ല കൊതുണ്ട്, എന്നാലും സഹിച്ചിരിക്കാം. പക്ഷെ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഞങ്ങളത് എക്സ്പെക്ട് ചെയ്യാത്തൊരു ദിവസമായിരുന്നു. മനഃപൂർവ്വം ഇങ്ങനെ പോലും വരും എന്ന് വിചാരിക്കാത്തൊരു ദിവസം. പക്ഷെ ഞങ്ങൾ നല്ല റിലാക്സ് ആയി, നല്ല എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെ ആയിരുന്നു. ഇങ്ങനെ ചെയ്യണം എന്നുള്ള സ്ട്രെസ് ഒന്നുമില്ല. ഇല്ല, ഇന്ന രീതിയിൽ പോണം, പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നടക്കൂലേ, അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. നമ്മള് പ്ലാൻ ചെയ്യുന്നു, പോന്നു. അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോവാം. ഞമ്മ കേക്ക് വാങ്ങിയാലോ? വാങ്ങാം. കട്ട് ചെയ്തല്ലോ, കട്ട് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എല്ലാം. അതുകൊണ്ട് തന്നെ അതിനൊരു രസമുണ്ട് ഗൈസ്. ഓർഡർ ആയിരുന്നു, ഗിഫ്റ്റ് വേണ്ടാന്ന്. ഞാനങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ വെറുതെ പറഞ്ഞ ഞങ്ങളത് കാര്യമാക്കില്ല. അപ്പൊ ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു രസം. ഞങ്ങൾ ഗിഫ്റ്റുകളിൽ നിന്നൊക്കെ പിൻവലിയാൻ പോവാണ്. അതാണ് സംഭവം. ഇനിയൊന്നും കൊടുക്കാനില്ല. ഗിഫ്റ്റ് ഇല്ല. നമ്മൾ ആ ബീച്ചിൽ നിന്ന് ഈ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഫുൾ നൈറ്റ് വൈബാണ്. പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. സമയം 2 മണിയായി. ഇതാണ് കോഴിക്കോട്. രാത്രി 2 മണിയാണെന്ന് സത്യം പറഞ്ഞാല് ആരും പറഞ്ഞാൽ വിശ്വസിക്കൂല. 2 മണിക്ക് ബീച്ചിൽ തിരക്ക് നോക്കിയ കുറെ ഗ്രൂപ്പ് അവിടുന്ന് പാടുന്നുണ്ട്. സ്ഥിരം പരിപാടി തുടങ്ങി. അഞ്ചു ഇവരല്ലേ ജോലി ഒറ്റയ്ക്ക് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല കോമഡി ആയിരിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ വെള്ളിയിട്ട് പോകുന്നത് ആലോചിച്ചൊക്കെ. സമയം ഇപ്പം 2:02 ആവുന്നു. ജുൻകാ പോവാണ് ഗൈസ്. ബൈ ബൈ. അപ്പൊ ഇന്നത്തെ പരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നാളെ നമ്മൾ ഉയർത്തുന്നു, ബാക്കി അടിച്ചു പൊളിക്കുന്നു. ഗുഡ് നൈറ്റ്. 5ന്റെ 2ാമത്തെ കേക്കാണിത്. ഇത് ഞങ്ങൾ മേടിച്ചെടുക്കുന്ന കേക്കാണ്. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും എഴുതിയിട്ടില്ല. 20 something
അത് മതി. ഇനിയിപ്പോ നമുക്ക് വയസ്സൊന്നും പറയണ്ട. അപ്പൊ 20 സംതിങ് അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമല്ലേ കേക്ക്? അഞ്ജുവിന്റെ രണ്ടാമത്തെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. മൂന്നാമത്തെ കേക്ക് കട്ട് ചെയ്യാൻ എന്റെ കേക്കല്ല, 40 സംതിങ്. ഗൈസ്, നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അതാ കുറ്റിച്ചിറ കുളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഗൈസ്, കഥയൊക്കെ പറഞ്ഞിട്ട്. രാത്രി ഇപ്പോൾ സമയം 11:45 നമ്മളിവിടെ കുറ്റിച്ചിറ കുളത്തിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുകയാണ്. നല്ല സമാധാനം. ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ശരിക്കും ഈ ബർത്ത്ഡേ വീഡിയോ എന്ന് പറയുന്നത് 3 ദിവസത്തെ ഒന്നിച്ചുള്ളൊരു വീഡിയോ ആയിരിക്കും. അങ്ങനെ ആവാനാണ് സാധ്യത. ഡേ 2 നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് നോക്കിയാൽ മതി. അതെ, ഡേ 2 നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ ടൗണിൽ കൂടെ ഇങ്ങനെ കറങ്ങി കളിക്കാനാണ്. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വെറുതെ ചില്ല് ചെയ്ത് അവിടെ ഇവിടെയും പോയിരിക്കുക, ചായ കുടിക്കുക, ഇതൊക്കെയാണ് വൈബ്. അതെ, 5 ചെറിയ കുട്ടിയായോണ്ട് 3 ദിവസത്തെ പരിപാടി ആയിരിക്കുന്നു. അതെ. അമലേട്ടനെ ഞങ്ങളിവിടെ ഒന്ന് കോഴിക്കോടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ്. എങ്ങനെയുണ്ട് അമലേട്ട കോഴിക്കോട്? ഇതാണ് ഞങ്ങളുടെ കുറ്റിച്ചിറ കുളം. എന്റെ വീടിന്റെ ഭാഗത്തില്ല ഇതേപോലത്തെ കുളം. നമ്മളന്ന് പോയ അങ്ങോട്ട് ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല. പക്ഷെ ഇതല്ലേ വലുത് അമലേട്ട? അല്ല, അതാ വലുതില്ലേ? നിങ്ങള് വരണോ? ഇവര് വരില്ല ഗൈസ്, ഇവര് എപ്പോഴും വരണം വരണം എന്ന് ആഗ്രഹമുണ്ട്. അല്ല, പോണം എന്ന് ആഗ്രഹമുണ്ട്. ഇവര് അന്ന് വന്നാ ഒരു കൊല്ലം കഴിഞ്ഞു. തെയ്യത്തിന്റെ സമയത്താ വന്നേ. സമയം കിട്ടണ്ടേ, തിരക്കായി. അതെ, വരണം. എന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇവരെ ഇടയ്ക്ക് വന്ന് എന്താ ഏതാന്നൊക്കെ നോക്കി. മെസ്സേജ് അയച്ചാ പോരെ, നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ അറിയട്ടെ. അങ്ങനെയൊന്നും അവര് ചെയ്യില്ല. എന്റെ ഡാഡി ഉണ്ട് അവിടെ. ഡാഡി ബന്ധപരമായിട്ട് ഓന്റെ ഡാഡിയാ. മീൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഔദ്യോഗികപരമായി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഞാനാണ്. ഓൻ പറയുന്നത് ഞാനെന്റെ തന്തയാടി തന്ത. അതമലേട്ട അങ്ങനെ അനുസരിക്കുന്നു. അമ്മായച്ഛന്റെ പോലെയാണ് കാണുന്നത്. അമ്മായച്ചനെ പോലെയാണ് അമലേട്ട കാണുന്നത്. അടി ഉണ്ടാക്കിയാലൊക്കെ മോളെ മര്യാദയ്ക്ക് വളർത്തണം. അതാ എന്താ പറയാൻ വന്നത്. പിന്നെ ആ പരിസരം ഞാൻ കണ്ടില്ല. തന്തയാണ് ഇത്ര തന്ത, ആ പരിസരത്തേക്ക് വന്നില്ല. പക്ഷെ വന്നോക്കേണ്ടത് ഒരു കടമയാണ്, അതാരും ചെയ്യും. അതെ, മോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചാ പോരാ അല്ലേ? മോളോട് മെസ്സേജ് മാസത്തില് 4 ആഴ്ചയാണ്. അതിൽ 2 ആഴ്ച 3 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച ഇവിടെ ഇരിക്കും. പിന്നെ ഒരാഴ്ച 10 ദിവസത്തിന് അങ്ങോട്ട് പോകുമ്പോ ഞങ്ങള് പിന്നെ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിക്കണം. പിന്നെ കാര്യമുണ്ട്, ഈ 10 ദിവസത്തിന് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ 10 ദിവസം ഇവര് നിലം തൊടാറില്ല, ഇങ്ങനെ പറക്കാറാണ്. മണ്ണാർക്കാട് ഇവിടെ, മണ്ണാർക്കാട് ഇവിടെ. 5 കണ്ണൂർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വള്ളിയോട് വള്ളിയായിരിക്കും. സമയത്ത് സമാധാനം ഉണ്ടാവും. അതൊരു സത്യാവസ്ഥയാണ് ഗൈസ്. 5 കണ്ണൂര് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ഇനി നമുക്ക് കുറച്ചൊന്ന് 5 അവിടെ പോയിട്ട് ചില്ല് ചെയ്യട്ടെ. അപ്പൊ ആ രീതിയിൽ ചില്ല് ചെയ്യാൻ 5 അവിടെ പോയിട്ട് ചില്ല് ചെയ്യട്ടെ, ഞങ്ങളൊന്ന് ഇവിടുന്ന് ചില്ല് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ അപ്പത്തേക്കും എവിടുന്നൊക്കെയാ പ്രശ്നങ്ങൾ വരികയെന്നറിയില്ല. അപ്പൊ 5 വരുമ്പോഴത്തേക്കും അത് ഡീൽ ചെയ്ത് തീർക്കാനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ദിവസങ്ങൾ പോകും. അതാണ് ഇത്രയും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തോളമായിട്ട് നടക്കുന്നത് അതാണ്. അതെ, കല്യാണം കഴിച്ചേ പിന്നെ ഇതുവരെ നിലം തൊട്ടിട്ടില്ല. ശരിയാണ്. ഇങ്ങനെ എന്താ പറയാ, എയറിലാണ് ഫുൾ ടൈം. എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മണ്ണാർക്കാട് ഇപ്പൊ 3 സ്ഥലം ഡീൽ ചെയ്യേണ്ട കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, അമലിപ്പോ പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഓന്റെ അവസ്ഥ. ബാക്കിയുള്ള മൊത്തത്തിലെ 6 പേരുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി, പിന്നെ ഒന്നും ഓർമ്മയില്ല. പക്ഷെ ഞങ്ങൾ ഈ
എൻജോയ് ചെയ്യും. അതാണ് ഞങ്ങൾ ഒരിക്കലും ഈ തിരക്കുകളുടെ ഇടയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു ഭംഗി ഫീൽ ചെയ്യുക. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആകുമ്പോൾ അതിലൊരു വ്യത്യാസമില്ല. ഭയങ്കരമായ തിരക്കുകളിൽ നിന്നിട്ട് നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ആ സുഖം ഞങ്ങൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇത് വീണ്ടും ഡേ 2. അഞ്ജുവിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഇങ്ങോട്ട് കടന്നു പോകാൻ പറ്റൂലല്ലോ. പക്ഷെ നമ്മൾ വലിയ ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. പക്ഷെ സ്റ്റിൽ അവർക്ക് ആവശ്യമുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഇത്തവണയും കൂടെ വലിയ ഗിഫ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാല് അതിന് വേണ്ടിയിട്ടാണ് ഓൾക്ക് 2ാമത്തെ ദിവസം ബർത്ത്ഡേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സോപ്പ് ഇട്ട് ഇന്നത്തെ ദിവസം കൂടി നേരത്തെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നേരത്തെ രാവിലെ മുതൽ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ സമയം 7:55. അതായത് അഞ്ചി, അമല്, ഷാമി, ജുനു ഇവരെല്ലാരും കഴിഞ്ഞ 3-4 മണിക്കൂറായിട്ട് ഹൈലൈറ്റ് മോളിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, ലിറ്ററലി 4 മണിക്കൂർ. എനിക്ക് വയറ് വയ്യാതാണ് ഞാൻ പറഞ്ഞത്. തീനെ കൂട്ടാൻ വന്ന് നോക്ക് വയറിന് വയ്യ. അതുകൊണ്ട് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അഞ്ച് ശരിക്കും വല്ലതും ചെയ്യും, ഉറപ്പാണ്. ഞാൻ ആ പേടിയിലാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി എല്ലാ സമയത്തും ഞാൻ സാധാരണ ലേറ്റ് ആവുന്ന ആളാണല്ലോ. ഇതിന്റെ മണ്ടക്കാണെന്നുള്ളത് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു കാരണം ഇവ പറയുന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. 5 ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയത്. എന്താണെങ്കിലും ഫൈനലി 5 ഗിഫ്റ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. iPhone 17 Pro ആണ് നമ്മൾ അഞ്ചിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളത്. ഇത് സംഭവം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയത്. സംഭവം എന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ബ്ലോക്കായി എന്തൊക്കെയോ മുടക്കങ്ങള്. അതെങ്ങനെ ഇത്രയും മുടക്കങ്ങൾ? സാധാരണ നമ്മൾ പോകുന്നു, വാങ്ങുന്നു, വരുന്നു, ഈ ഒരു ലെവലിൽ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും മുടക്കങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. എന്താണെങ്കിലും വേണ്ടിയില്ല, ഞങ്ങൾ വിചാരിച്ച കാര്യം കൊണ്ടേ പോകുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു വാശിയിരുന്നു. അവസാനം അതേ കയ്യോടെ മേടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഗിഫ്റ്റ് റാപ്പ് ഒന്നും ചെയ്യുന്നില്ല, സാധാരണ ഉള്ള രീതിയിലൊന്നും വേണ്ട. സർപ്രൈസ് ഒന്നല്ല, അഞ്ചിന്റെ മുന്നിൽ വെച്ചു കൊടുക്കുക. അത് കാണുമ്പോഴുള്ള റിയാക്ഷൻ അതാണ് നമുക്ക് വേണ്ടത്. അതെ, അതെന്താ കാര്യം? ഇത് മേടിക്കാനുള്ള ഒരു കാരണമുണ്ട് ഗൈസ്. ഓളെ ഫോൺ എന്ന് പറഞ്ഞാല് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് iPhone 12 ആണ്. അതെ, അപ്പൊ 12 എന്ന് പറഞ്ഞാൽ അത് ഏകദേശം അങ്ങ് എത്തിയിട്ടുണ്ട്. അവൾക്ക് വേണം മേടിക്കാൻ പറ്റും. പക്ഷെ സ്റ്റിൽ അവൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ഞങ്ങളായിട്ട് മേടിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. അപ്പൊ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ സാധനം കൊണ്ടുവന്ന് നമ്മൾ ഹൈലൈറ്റിൽ എടുത്തുന്നു, അവിടെ നിന്ന് കൊടുക്കുന്നു. സർപ്രൈസ്ഡ് ആവും, ഞങ്ങൾക്ക് അടിയും കിട്ടും, എല്ലാം ഉറപ്പാ. ഫസ്റ്റ് അടി കിട്ടും, എന്നിട്ട് നമ്മൾ ഫോൺ കൊടുക്കും, പിന്നെ സർപ്രൈസ്ഡ് ആവും. എന്നിട്ട് ഞങ്ങളുടെ കഥ ഞങ്ങൾ കരഞ്ഞു പറയും. കരഞ്ഞ കാലം പിടിച്ച് വാപ്പ് പറയാം നമുക്ക്. ഇന്നലെ ഞാനാ പറഞ്ഞത്, അഞ്ചു നാളെ രാവിലെ ഇറങ്ങും, അനക്ക് എവിടൊക്കെ പോണോ അവിടൊക്കെ പോകും. അത് നീയല്ലേ പറഞ്ഞത്, അതിനോട് എന്നോട് വിശ്വസിക്കൂല. വിശ്വസിക്കുന്നത്. പക്ഷെ എന്റെ അടുത്ത് ഞാൻ വരണേന്നും കൂടി പറഞ്ഞു വൈകുന്നേരം. അപ്പൊ നമ്മൾ നേരെ 5-ന്റെ അടുത്തേക്ക് പോകുന്നു. ഓള് പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഐഫോൺ മുന്നിലേക്ക് വെക്കുന്നു. ഓക്കെ, ഫൈനലി ഞങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ 5 മുകളിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഓളെന്തോ ഫാൻസിയിൽ അങ്ങനെ എന്തല്ലോ പറഞ്ഞത്. ഫോട്ടോ എടുക്കുക, ഫാൻസിയിൽ കയറി അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ 5-നെ കാണാൻ പോകുന്നു. ഏത് സന്ദർഭം എന്നൊന്നും പറഞ്ഞൂടാ, പക്ഷെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ പെട്ടെന്ന് 5-ന് മുന്നിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അതാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത്. നമുക്ക് നോക്കാം. 5-നെ സോപ്പിടാൻ ഓരോന്നും കൊണ്ടുവരുന്നുണ്ട്. 5-നെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ട് സാധനം, നല്ല ഭംഗിയുണ്ട്, ഒരു ബൊക്കെയാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ അഞ്ചു എന്ന് പറഞ്ഞിട്ട് ചെല്ലാം. പട്ടക്കോന്ന് പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ അടിയിരിക്കും. വരുന്ന വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ജുനുവിനെ വിളിച്ചു. അപ്പൊ 5 അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട് വന്ന വൈകിട്ട് പോയിക്കോ. ഹായ് അഞ്ചു. ഹായ്, എന്തിനാണ് അഞ്ചു ദേഷ്യം പിടിച്ച് നിൽക്കുക കേട്ടോ? എന്തേലും മാത്രം ദേഷ്യം, ഞങ്ങൾ നേരത്തെ എത്തിയില്ലേ? ഒരു ബർത്ത്ഡേ 3 ദിവസം എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ ഈന പോവാ, ഈന കയറാൻ പോവാ. മൈൻഡില്ല, നിങ്ങൾ വരണ്ടെന്നൊക്കെ പറഞ്ഞില്ല. തെറ്റല്ലേ? ഹാപ്പി ബർത്ത്ഡേ മൂന്നാമത്തെ ഇഷ്ടമായോ? വേണ്ടതിങ്ങനെ നോട്ടെ, പിന്നെ ഇങ്ങനെ പിടിക്കാം. ഗൈസ്, ഇപ്പം നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉള്ളൊരു കഫേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഇരുന്നിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ 5-ക്ക് ഒരു ഡൗട്ടും ഇല്ല. 5 ഭയങ്കര ഇടുങ്ങിയിരിക്കുക, അതായത് ഇവർ ലേറ്റായ ദേഷ്യത്തിലായിരിക്കുന്നത്. നല്ല കോമഡിയാണ്. അതെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. 5 എന്നാണ് ഗൈസ് ഉള്ളത്.
മൈൻഡ് പോലും ഇല്ല. ലേറ്റാക്കിയ ആൾക്കാർ കേട്ടോ. അതെ 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 ഭയങ്കരമായിട്ട് ലേറ്റ് ആക്കി പോസ്റ്റ് ആക്കി. അതെ പോസ്റ്റ് ആക്കി. അഞ്ചിക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഒരു പോസ്റ്റ് ആക്കിയതിനെ പറ്റിയിട്ട് വല്ലാത്തൊരു പോസ്റ്റ് ആയിപ്പോയി. പക്ഷെ ഇത് കൊള്ളാം. ഇതോടെ എനിക്ക് സമാധാനമായി. പോസ്റ്റിന്റെ വർക്കൊന്നല്ല, പക്ഷെ വെറും ഇവിടെ വന്നില്ലല്ലോ, അതുകൊണ്ട് എന്തായി ഈ വലിയ കാര്യത്തില് ഇവിടെ പ്രൈസിന്റെ ആ സാധനം കീറിക്കളഞ്ഞു. കറക്റ്റ് 436 രൂപ എന്നുള്ളത് അത് അവിടെ കാണുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ തിരക്കിൽ ഇങ്ങനെ വേഗം മാന്തി കുറച്ചിട്ട്, പക്ഷെ പൈസ മാത്രം കുറയ്ക്കാൻ വിട്ടുപോയി. അതും മനഃപൂർവ്വമാണ്. അഞ്ചിക്ക് അത്രയും പൈസന്റെ ബൊക്കെയാണ് വാങ്ങിക്കൊണ്ടെന്ന് മനഃപൂർവ്വം അറിയിക്കാൻ വേണ്ടിട്ടല്ലേ അത്. 450 ഉറുപ്പ് കൊടുത്ത് എത്ര റോസ് പൂട്ടു കൊറേ കിട്ടും. അങ്ങനെ ആക്കിയാതില്ലേ? അത് തുറന്നിട്ട് ഇങ്ങനെ കയ്യിൽ വേണമെങ്കിൽ പിടിക്കണം. നല്ല രസമുണ്ട്. അഞ്ചിന്റെ ഡ്രസ്സിന് മാച്ച് ആവില്ലേ അല്ലേ? അവരുടെ ഫോട്ടോ എടുത്തരോ? അഞ്ചി ഫോട്ടോ എടുത്തോ. Anji with the flower. ഹാപ്പി ബർത്ത്ഡേ. ഓ മൈ ഗോഡ്, നിങ്ങൾ ലേറ്റ് ആക്കിയിട്ടുള്ള എന്ന് പറയുന്നുണ്ട്. എനിക്ക് 12 മാത്രമാണ്, എനിക്ക് വാങ്ങിത്തരില്ല. അതെ അതെ എത്രയോ കാലമായിട്ട് പറഞ്ഞു. എന്താണ് സിൽവർ നോക്കിയിട്ട് ഇങ്ങനെ പറയൂ, എനിക്ക് സിൽവർ ഇഷ്ടമാണ്, എനിക്ക് നല്ല രസമാണ്, ഓറഞ്ചിനെ കാട്ടി നല്ല സിൽവർ അല്ലേ? നമുക്ക് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കാണ് സിൽവർ എടുക്കുള്ളൂ പറഞ്ഞു. അഞ്ചിന്റെ ഡ്രസ്സിന് മാച്ച്. അതെ അതെ അഞ്ചിന്റെ ഡ്രസ്സിന് മാച്ച്. ഡ്രസ്സിന് മാച്ചാണ്. ആ എടുത്ത് കാണിച്ച നല്ല കോമ്പാക്ട് ആയിട്ടുള്ള നല്ല സാധനം, എനിക്ക് ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഇനി മെയിൻ ചടങ്ങിലേക്ക് കിടക്കാണ്. നോക്കട്ടെ ബാക്ക് സൈഡ് ആണെങ്കിൽ അഞ്ച് ഒഫീഷ്യലി ഐഫോൺ 17 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇവര് 17 പ്രോ കപ്പിൾസ് ആണ്. അത് ശരിയാണല്ലോ, 17 പ്രോ കപ്പിൾസ് ഓണാക്കി ഒരു പിടിയും കിട്ടുന്നില്ല. സ്റ്റോറേജിന്റെ പ്രശ്നമില്ല. ഈ സ്റ്റോറേജിന് പ്രശ്നമില്ല, ഫോട്ടോ എടുക്കാൻ പ്രശ്നമില്ല, വീഡിയോ എടുക്കാൻ പ്രശ്നമില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പ്രശ്നമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ലേ ഇല്ല. നല്ല രസമുള്ള കളർ, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കിട്ടുമ്പോഴാണ് അതൊരു അഞ്ചൊരു നല്ല ചേർച്ച ഉണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് ശരിക്കും ചെയ്യുന്നത് ആ ഇനി കയ്യിൽ വെച്ചിട്ടൊന്ന് പോസ് ചെയ്യൂ. ഓ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ശ്യാമേ 3, 2, 1 go. ഞാൻ പേടിച്ചു, എല്ലാരും പറ്റിയോ? ഞങ്ങള് 3 പേര് വൈറ്റ് ഇതിങ്ങനെ വരുന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. സംഭവം നമ്മളത് ബ്ലൂ അല്ലേ? നമ്മളത് ബ്ലൂവാ, ഇവരത് രണ്ടുപേർക്ക് ബ്ലൂ, ജൂനിയുടെ ബ്ലാക്ക് ആണ്. ഇന്റേത് ബ്ലൂ. ഡാർക്ക് കളറാണ്. പക്ഷെ ഇതെന്താ സംഭവം, ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേസുകൾ ഇങ്ങനെ പലതിടുമ്പോ വേറെ കളേഴ്സ് പറ്റില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇതിൽ എനിക്ക് 17 പ്രോ എനിക്ക് ഓറഞ്ച് ഇഷ്ടമായിട്ടില്ല, ബ്ലൂ പിന്നെ ഓൾറെഡി അവലുവിനെ കണ്ടിട്ട് അതെനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയാ ആൺകുട്ടികളുടെ കയ്യിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട്. പിന്നെ ബ്ലൂ ഫോണായിരുന്നു നമുക്ക് തൊട്ട് മുന്നേ. ഇത് ബ്ലൂ ആണ്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇത്
തുടക്കമായിരുന്നു ഇത് 12. അത് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം നല്ല വർക്കത്തുള്ള ഫോണാണ്. ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 4 വർഷത്തെ ഗ്യാപ്പ്. നമ്മളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആത്മാവിനെ ഫുള്ള് ഊറ്റിയെടുത്തിട്ട് പക്ഷെ ഇത് വലുതായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാതാവാന്നുള്ളത് അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ സ്റ്റോറേജ് കഴിഞ്ഞ് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ എത്രയോ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു ജൂണിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിൽ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുക്കല്ലേ. കാര്യം എടുത്തിട്ട് കാര്യമില്ല. ഫുള്ള് സ്റ്റോറേജ് ഇല്ല എന്നുള്ളത് മാത്രമായിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അവളെ കിട്ടൂല. കാരണം വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും പിന്നെ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് പോലെയാണ്. അതെ. ഞങ്ങളിത് ഓരോ സമയത്തും ഞങ്ങളതിങ്ങനെ റിയലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിത് അന്ന് അങ്ങനെ വാങ്ങിയതല്ലേ ഇങ്ങനെ വാങ്ങിയത് ഞങ്ങളിരുന്ന് കഥയൊക്കെ പറയും. അപ്പം ഞങ്ങൾക്ക് വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യലാണ്. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നും വാങ്ങിക്കുന്നത്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറങ്ങി അന്ന് മുതൽ എന്ത് രസാ കാണാനും സിൽവർ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഫോൺ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് അത് വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഐഫോണൊക്കെ വാങ്ങിയ സമയത്ത് പിന്നെ വാങ്ങിയപ്പോൾ ഇന്ത്യയിലും കൂടി അങ്ങനെ ഇവർക്ക് 11 ആയിരുന്നു അന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം 12 എടുത്ത്. ഇതിന് പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേണം 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 വേണം. നല്ല കേസ് വാങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത് എനിക്ക് ശ്രീ ഇങ്ങനെ ഒന്ന് തീരുമ്പോ ഓരോന്നോരോന്നേ വാങ്ങി തരുന്നു. കേസ് ശ്രീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു. അതെ, ഇതിന്റെ വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഡക്കിന്റെ ഉണ്ട്, പിന്നെ ഫ്ലവറിന്റെ ഉണ്ട്. ബാക്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സാധനമൊക്കെ ഇതൊക്കെ ഇവിടെ വാങ്ങി തന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയായി. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത പുതിയ ഫോണിന്റെ ഫസ്റ്റത്തെ കേസ് ഞാൻ തന്നെയാണ്. സ്ക്രീൻ ഗാർഡ് പൊട്ടി. പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇതുവരെ ഒരു പ്രശ്നമില്ല കേട്ടോ. 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഡ്രീമായിരുന്നു. എനിക്ക് വാങ്ങണം. ഇത് ഇറങ്ങിയ ആ സമയത്ത് തന്നെ വാങ്ങണം വിചാരിച്ച്. അപ്പോഴാണ് മുന്നേ തന്നെ നമ്മളത് സെപ്റ്റംബറിൽ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച അമലുവിന് അത് എന്താണ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് പോട്ടേന്ന്. പിന്നെ സെൽഫി ആനിവേഴ്സറിക്ക് കൊടുത്തപ്പോ പിന്നെ സ്വന്തമായിട്ട് വാങ്ങാനില്ല. അതെ, പിന്നെ വാങ്ങാനുള്ളൊരു ഇത് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങോട്ട് ഒത്തു വരുന്നതുകൊണ്ട് പിന്നെ അത് വിട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം സാഹചര്യം തന്നെയാണ്. ഞങ്ങളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇത് കുറച്ച് അഫോർഡബിൾ അല്ലാത്തൊരു സാധനമാണ്. പഴയ ഫോൺ എപ്പോഴോ ചാവേണ്ട സമയം തല്ലി പക്ഷെ ആ ഫോണായിട്ട് പിടിച്ചു. ആ ഫോണ് വീഴാന് എത്ര തവണ വീണെന്ന് ആ ഫോണിന് പോലും അറിയണ്ടാവില്ല. അതിന് ജീവൻ കൂടി ചീത്ത പറയും. ആ അവസ്ഥ ഗൈസ്, ബർത്ത്ഡേകൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് തന്നെ കഴിക്കാം. അതെ, ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇതാ ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഇന്ന് അടിപൊളിയല്ലേ. ആദ്യം കുറച്ച് ദേഷ്യം വന്നെങ്കിലും ഇപ്പം അടിപൊളിയല്ലേ. ദേഷ്യം തന്നെ ഇവരെന്താ വരാത്തതെന്നുള്ളൊരു പ്രശ്നം മാത്രമേ. പക്ഷെ ഇപ്പൊ ഞാൻ മൊത്തത്തിൽ അഞ്ചിൻ്റെ ആഗ്രഹം പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു. ബീച്ച് എന്ന് പറഞ്ഞാൽ അഞ്ചിക്ക് ഭയങ്കര പ്രാന്താണ്. അപ്പോൾ 3 ദിവസമായിട്ട് ബീച്ചിൽ തന്നെയല്ലേ? 3 ദിവസമായിട്ട് ബീച്ചിൽ പല പല തരത്തിലായിരുന്നു അത്. ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇന്നിപ്പോൾ ബീച്ചിൽ ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കും. അങ്ങനെ കൈ സഞ്ജീന്റെ 3 ദിവസം നീണ്ടു നിന്ന ബർത്ത്ഡേ ഇന്നത്തോട് കൂടി തീരുകയാണ്. വളരെ എന്താ പറയാ നീണ്ടുപോയൊരു ബർത്ത്ഡേ ആയിരുന്നു. പോയ സെലിബ്രേഷൻ ആയിരുന്നു. അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഓരോരോ ദിവസവും പല പല തരത്തിൽ അത് വവ്വാലാണ്, പേടിക്കണ്ട. ഓരോരോ ദിവസവും പല പല തരത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. വളരെ എന്താ പറയുക, ആദ്യത്തെ 2 ദിവസം വളരെ സമാധാനപൂർണ്ണമായി. ഞങ്ങളങ്ങനെ സെലിബ്രേഷൻ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സമാധാനപൂർണ്ണമായി ഞങ്ങൾ ഞങ്ങളുടേതായ ഹാപ്പി സ്പേസിൽ ഇരുന്നുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ബർത്ത്ഡേ എൻജോയ് ചെയ്ത്. ലാസ്റ്റ് 3ാമത്തെ ദിവസം ബർത്ത്ഡേ ഗിഫ്റ്റ് 3ാമത്തെ ദിവസം. അതെ, 3 കേക്ക് മുറിച്ചു. ടോട്ടലി 3 കേക്ക് മുറിച്ചു. അമലേട്ടൻ കേക്ക് മുറിച്ചു. ഈ മൊത്തത്തിൽ ഇവരെല്ലാവരും മുറിച്ചു. വീട്ടിൽ നിന്ന് വേറെ മുറിച്ചു.
പിന്നെ ഇനി ഫസ്റ്റത്തെ ഒരു കേക്ക് അത് വേറെ ഉണ്ട്. അതേ പറഞ്ഞ 3 കേക്ക് അങ്ങനെ 3 കേക്ക് മുറിച്ചു. ഇനി ഞങ്ങളുടേതായിട്ട് ഞാനും അമലേട്ടനും കൂടി ട്രിപ്പ് പോവാം എന്നുള്ളൊരു പ്ലാൻ ആണല്ലേ. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നീട്ടി വെച്ചു. ഇപ്പത്തെ സാഹചര്യത്തിലല്ല. അപ്പൊ ഞങ്ങൾ തിരക്കൊക്കെ ഒന്ന് മാറി സമാധാനപരമായിട്ട് ട്രിപ്പൊക്കെ പോവാന്ന്. അപ്പം ഇനി അതാണുള്ളത്. അപ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. അപ്പോൾ ഇനിയും എല്ലാരും പ്രാർത്ഥിക്കുക. മതി, ഇന്നത്തോടുകൂടി ഞാൻ ബർത്ത്ഡേ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അതെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.